പാലക്കാട് നഗരത്തിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പാലക്കാട് സ്വദേശിനിയായ 46-കാരിയാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ലൈംഗിക അതിക്രമത്തിനിടെ ശ്വാസം മുട്ടിയും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റുമാണ് യുവതി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ വണ്ടിത്താവളം സ്വദേശി സുബ്ബയ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി അജിത് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. അജിത്ത്, ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടാണ് ഈ 46-കാരി മരിച്ചിട്ടുള്ളത് അല്ലേ? ഇതിൽ തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. അതായത് ഈ കാര്യത്തിൽ പോലീസ് ആശുപത്രി അധികൃതർക്കും ഒക്കെ ഉള്ള വലിയ പ്രതിസന്ധി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു യുവതിയാണ്. അത്തരത്തിൽ കാര്യമായ ബന്ധുക്കളൊന്നും പറയുന്ന തരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല യുവതിയുടെ സ്വദേശം പോലും എവിടെയാണെന്നുള്ളത് കൃത്യമായി അറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇതെല്ലാം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. പ്രാഥമികമായ ഡോക്ടർമാരുടെ പരിശോധനയിലും പോസ്റ്റ്മോർട്ടം നടപടികളിലും ഇക്കാര്യം ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. ലൈംഗിക അതിക്രമത്തിന് ഇടയിൽ ശ്വാസം മുട്ടിയും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റതുമാണ് യുവതി മരിക്കാനുള്ള കാരണമെന്നുള്ളതാണ് ഈ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡോക്ടർമാരും ഈ കാര്യം പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഈ വണ്ടിത്താവളം സ്വദേശിയായിട്ടുള്ള സുബ്ബയ്യൻ ഇത്തരത്തിൽ ഈ സ്ത്രീയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എന്നിട്ട് പറഞ്ഞത് വീണ് കിടക്കുന്നത് കാണുകയും തലയ്ക്ക് ക്ഷതമേറ്റത് കണ്ടതുകൊണ്ട് എത്തിച്ചതാണെന്നുള്ളതാണ്. പോലീസിനോടും ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു ഇയാൾ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കൃത്യമായ ചോദ്യം ചെയ്യലിൽ പോലീസിന് ചില നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയായിരുന്നു. പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന. അല്പസമയത്തിനുള്ളിൽ ചില നടപടികളിലേക്ക് പോലീസ് കടക്കും. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിരുന്നു. അതടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ കാര്യങ്ങൾ പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ഒപ്പം പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് കൂടി എത്തിയതോടുകൂടിയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഏതാണെങ്കിലും ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തിൽ ഈ ശാരീരികമായ വലിയ തരത്തിലുള്ള പീഡനം ഈ യുവതി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്. ശ്വാസം മുട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണമായ വിവരങ്ങൾ വരുമ്പോൾ മാത്രമാണ് എത്രത്തോളം ക്രൂരമായ പീഡനമാണ്, ലൈംഗിക അതിക്രമമാണ് ഉണ്ടായതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. നിലവിൽ ഈ പോലീസിന് എല്ലാ ലൈംഗിക അതിക്രമങ്ങളും ക്രൂരമാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ വലിയ തരത്തിലുള്ള ഹീനമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതാണെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലേ പുറത്തു വരികയുള്ളൂ. നിലവിൽ ഇക്കാര്യത്തിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. ബിനിൽ പോത്തൻ. ശരി, പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. വണ്ടിത്താവളം സ്വദേശി സുബ്ബയ്യനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 46-കാരി അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പാലക്കാട് നിന്ന് അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.